മുന്നണിക്കകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിൽ ജനങ്ങൾ എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് എന്റെ വിജയം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒട്ടേറെ നേതാക്കന്മാർ, കെ സി വേണുഗോപാൽ ഉൾപ്പെടെ KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ RSP നേതാവ്, ഇത്തരത്തിലുള്ള ഒട്ടേറെ നേതാക്കൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VM സുധീരൻ പയ്യന്നൂരിൽ വരികയും പൊതുയോഗ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കന്മാര് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിൽ എത്തിച്ചേരുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ നിലയിലേക്ക് ഈ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് സന്നദ്ധമാണ് എന്ന് മാത്രമാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് വോട്ട് ചെയ്ത് ഈ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച പയ്യന്നൂർ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും എന്റെ നന്ദി കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് മറുപടി ആർക്കെന്ന് ചോദിച്ചാൽ, ഞാൻ CPM-നകത്ത് ഒരു പോരാട്ടമാണ് നടത്തി പുറത്തു വന്നത്. അപ്പൊ അത് തിരുത്താൻ, ഈ തെറ്റിൽ നിന്ന് തിരുത്തൽ വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാകുന്ന അപജയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയണമെന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള അണികളുടെ ഒരു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ CPM നേതൃത്വം തിരുത്തൽ വരേണ്ടുന്ന കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് വിധി അവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട കോട്ടകളിൽ പോലും വലിയ ഇടിവാണ് വോട്ടുകൾ സംഭവിച്ചിരിക്കുന്നത്. അല്ല, അതിലേക്കൊന്നും ഞാനിപ്പോ കിടക്കാത്തതാണ്. പയ്യന്നൂർ അസംബ്ലി മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര്, പിളർന്നതിന് ശേഷം CPM-ന്റെ നേതാക്കന്മാരല്ലാതെ മറ്റൊരാളെയും ഇന്നേ വരെ ജയിപ്പിക്കാത്ത മണ്ഡലമാണ്. 1957 തെരഞ്ഞെടുപ്പിൽ VMS-നെ ജയിപ്പിച്ച നീലേശ്വരം മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു പയ്യന്നൂർ. അന്ന് നീലേശ്വരം ദയാംഗ മണ്ഡലമായിരുന്നു. അപ്പൊ കേരളപ്പിറവി മുതൽ ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ജയിപ്പിച്ച ഈ പയ്യന്നൂർ മണ്ഡലം എന്നെ ജയിപ്പിച്ച വോട്ടർമാർക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം: ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൂടി അഭിമാനിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.